ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ പുഷ്പ 2-ഉം അതിനെ തുടർന്നുള്ള വിവാദങ്ങളും ചൂടേറിയ ചർച്ചകളുമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ. ചിത്രത്തിന്റെ പ്രീമിയറിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് യുവതി കൊല്ലപ്പെട്ടിരുന്നു. അന്നത്തെ പ്രദർശനത്തിനിടെ അല്ലു അർജുൻ തിയേറ്ററിലെത്തി. ഇതേ തുടർന്നുണ്ടായ വലിയ തിരക്കിൽപ്പെട്ട് രേവതി എന്ന യുവതി മരണപ്പെടുകയും മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. സംഭവത്തിൽ യുവതിയുടെ കുടുംബം പരാതി നൽകിയതോടെയാണ് അല്ലു അർജുനെതിരെ നടപടിയെടുത്തത്. ശേഷം നടന്നതാകട്ടെ തികച്ചും നാടകീയ രംഗങ്ങളായിരുന്നു. വെള്ളിയാഴ്ച ഉച്ചയോടെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തിയ തെലങ്കാന പോലീസ് സംഘം നടനെ അറസ്റ്റ് ചെയ്തു. കേസിൽ ഹൈക്കോടതി നടന് 4 ആഴ്ചത്തെ ഇടക്കാല ജാമ്യം അനുവദിച്ചു. 12 മണിക്കൂറാണ് താരത്തെ ജയിലിൽ അടച്ചത്. താരത്തിന്റെ തുടർനീക്കം എന്തായിരിക്കും? ലക്ഷക്കണക്കിന് ആരാധകരുള്ള അല്ലു അർജുൻ സർക്കാരിനെതിരായി നിലപാടെടുത്തു മുന്നോട്ടു പോയാൽ അത് തെലങ്കാന രാഷ്ട്രീയത്തെ തന്നെ അടിമുടി മാറ്റിമറിച്ചേക്കാം. അതേസമയം അറസ്റ്റിനു പിന്നിൽ മെഗാസ്റ്റാർ കുടുംബമാണെന്ന അഭ്യൂഹങ്ങളും ഉയർന്നിട്ടുണ്ട്. നടൻ ചിരഞ്ജീവി അടക്കമുള്ള നിരവധി ആളുകളാണ് നടന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നത്. ഇതിനിടയിലാണ് നടൻ അല്ലു അർജുൻ രാഷ്ട്രീയത്തിലേക്കെന്ന വാർത്ത പ്രചരിക്കുന്നത്. തമിഴ് നടൻ വിജയ്ക്ക് പുറമെ അല്ലു അർജുനും രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കാനുള്ള തയ്യാറെടുപ്പിലാണോ? ഡൽഹിയിൽ രാഷ്ട്രീയ നേതാവ് പ്രശാന്ത് കിഷോറുമായി നടത്തിയ കൂടിക്കാഴ്ച അതിന്റെ മുന്നോടിയായിട്ടായിരുന്നോ എന്നെല്ലാം തന്നെ ഉയർന്നുവരുന്ന ചോദ്യങ്ങളാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു അല്ലു അർജുൻ രാഷ്ട്രീയ നേതാവ് പ്രശാന്ത് കിഷോറുമായി അവരുടെ രാഷ്ട്രീയ പദ്ധതികൾ ചർച്ച നടത്തിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നത്. അല്ലു അർജുൻ രാഷ്ട്രീയ പ്രവേശനത്തിനൊരുങ്ങുന്നതിൽ ആരാധകർക്കിടയിലും ചർച്ചാ വിഷയമായിട്ടുണ്ട്. എന്നാൽ അല്ലു അർജുൻ ടീം ഈ പ്രസ്താവനകൾക്കെതിരെ രംഗത്ത് വന്നു. താരത്തിനിപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ പദ്ധതിയില്ലെന്ന് വ്യക്തമാക്കിയുള്ള വിശദീകരണവുമായാണ് ടീം എത്തിയത്. രാഷ്ട്രീയ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വിശദീകരണങ്ങൾ വന്നെങ്കിലും വിഷയവുമായി ബന്ധപ്പെട്ട് ചൂടേറിയ ചർച്ചകൾ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിലാണ് കൊല്ലപ്പെട്ട യുവതിയുടെ മകന്റെ ആരോഗ്യനിലയിൽ കടുത്ത ആശങ്കയുണ്ടെന്നും കുട്ടിയുടെ അമ്മ മരിച്ചതുമായി ബന്ധപ്പെട്ട് നിയമപ്രശ്നങ്ങളുള്ളതിനാൽ കുഞ്ഞിനെ നേരിട്ട് സന്ദർശിക്കാൻ തടസ്സങ്ങളുണ്ടെന്നും സമൂഹ മാധ്യമങ്ങളിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിൽ അല്ലു അർജുൻ പറഞ്ഞത്. അവരുടെ കുടുംബത്തിനും ചികിത്സയ്ക്കുമുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കാമെന്നും എത്രയും പെട്ടെന്ന് കുട്ടിയെ കാണാൻ എത്തുമെന്നും അല്ലു അർജുൻ കുറിപ്പിൽ വ്യക്തമാക്കി.